ചൂല് കണ്ടിട്ട് എൻ്റെ കുട്ടി തെക്കിനിയാത്ത ചിത്തഭ്രമക്കാരിയാവട്ടെ അടിച്ചു വരാൻ തന്നെ ഓളെ രക്തത്തിൽ അലിഞ്ഞതാണെന്ന് തോന്നുന്നത്. വേറൊരുത്താണ് ഒരു നേരെ എവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഓടുക, ചാടുക, തലകുത്തി മറിയുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മൂപ്പർക്ക്. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് അനുസരണയോടെ അവിടെ ഇരിക്കുന്ന കുട്ടികൾ. ചേട്ടനും ചേച്ചിയും കാണിക്കുന്ന എല്ലാവിധ കോപ്രായങ്ങളും മാക്സിമം എൻജോയ് ചെയ്യുന്ന കുട്ടിയാണ് ഹേസൂട്ടാ. പിന്നെ ഞാനൊരു ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ലിപ്സ്റ്റിക്കും ഈ കോലത്തിലൊക്കെ, അല്ലെങ്കിൽ വീട്ടിൽ നല്ല കിറുക്കി കോലത്തിലാണ് നടക്കാറ്. ബൈ ദ ബൈ ഹേസൂന് ഒരൊറ്റ സ്വഭാവം ഉണ്ട്. എന്താ അറിയോ, അധിക നേരം ഒന്നിനും കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിച്ചു നേരം പിന്നെ എടുക്കണം, പിന്നെ നടക്കണം, പിന്നെ കളിപ്പാട്ടങ്ങളാണെങ്കിലും പെട്ടെന്ന് മടുക്കും. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം. കല്യാണി അകത്ത് വേറെന്തോ ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ആ മുമ്പിലുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ഹേസൂൻ ഇങ്ങനെ വർത്താൻ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുട്ടീനെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മണക്കുക, തിരിച്ചും മറിച്ച് ഇടുക, പൊറാട്ടമാവ് കൊയ്ക്കുമ്പോൾ കൊയ്ക്കുക, അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ. ഹേസൂൻ ഇങ്ങനെ വെറുപ്പിക്കുന്ന രണ്ട് ആൾക്കാർ, ഒന്ന് ഓളെ അച്ഛനും ഒന്ന് ഓളെ വല്യമ്മയാണ് കേട്ടോ. അതായത് ഞാനും കട്ടയാണ് നടത്തുന്നത്. എന്നാലും കട്ടേനേക്കാളും എക്സ്ട്രീം ആവുന്നുണ്ടോ ഞാനെന്ന് എനിക്കിപ്പോൾ വല്ലാത്ത സംശയമുണ്ട്. അടിച്ചു വരേണ്ട ഇടയിലും കുശുമ്പറക്കാൻ എൻ്റെ കുട്ടി മറന്നിട്ടില്ല കേട്ടോ. കാരണം കുറേ നേരം കോളെ കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ വരും. അമ്മേൻ്റെ പാവ ഞാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം ഞങ്ങൾ പറയും മോളെ അനിയത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സോപ്പിട്ട് മോള് ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കൂളാവും. നമ്മളെ ക്യാമറമാൻ അല്ലുവാണ്, അതാണ് സ്ഥിരതല്ലാത്ത. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒന്നും നേരെ നിൽക്കാൻ മൂപ്പർക്കാവില്ല, ഓട്ടം ചാട്ടം. അത് വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടെ അങ്ങനെയാണ് കേട്ടോ. ഒരു ലിമിറ്റ് വരെ നമ്മൾ ഓളെ പൊസിഷൻ മാറ്റി ഓളെ തട്ടിക്കൊടുത്തും വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെ ഇരുത്താന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓളെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എണീറ്റേ പറ്റുള്ളൂ. ഇനി എന്നെ പോലുള്ള മടിച്ചുകളെ പഠിപ്പിക്കാൻ വളപ്പോലുള്ള മക്കൾ തന്നെയല്ലേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ എണീറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ വെല്ലിച്ചനടുത്ത് പോയി. വെല്ലിച്ചൻ്റെ ചെടികളെ പരിപാലിക്കുന്ന തിരക്കിലാണ്. ചെടി നനയ്ക്കുകയാണ്. അപ്പോൾ ഹേസും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിക്കൈ ഓശിലൊക്കെ പിടിച്ചതാകണ്ടോ, ഞങ്ങൾ ചെടി നനയ്ക്കുകയാണ് ഗൈസ്. ഡാഡിയും മമ്മിയും പുല്ലരിയാൻ പോയതാണ്. അപ്പോൾ അതാ അച്ഛൻ പശുവിനെ കൊണ്ടുവരുന്നുണ്ട്. ആരൊക്കെ ചോദിച്ചിരുന്നു, ചേച്ചി എന്താ പശുവിനെ കാണിക്കാത്തത്? എല്ലാവരും കണ്ടില്ലേ, സന്തോഷമായില്ലേ? നമ്മളെ ഹേസും വന്നാലും ഓസൊന്നും വിട്ടില്ല കേട്ടോ. മുപ്പത്തിക്കല്ലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വല്ലാത്തൊരു തരം ഇൻട്രസ്റ്റ് ആണ്. അപ്പോഴത്തേക്ക് ഇതാ കല്യാണിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാന്നുണ്ടപ്പോൾ സാധനം എൻ്റെ ഈ കോലൊന്നും എടുക്കല്ലേന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകണം കേട്ടോ. അതൊക്കെ പിന്നെ സേട്ടൻ വീഡിയോ എടുക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോസിങ് കൂടുതലൊക്കെ ഉണ്ടോ. ഇപ്പോൾ ഒരു ചിരിയുണ്ട് കേട്ടോ. കണ്ടേ, വീട്ടിലുള്ള ഇരകളൊന്നും പോരാണ്ടിക്ക് ഇതാ അടുത്ത ഇരേനെയും കിട്ടിയിട്ടുണ്ട്. അശ്വിനി വന്നിട്ടുണ്ട്. ഓള് നാഷണലിൽ നഴ്സിംഗ് പഠിക്കാണ് കേട്ടോ. അപ്പോൾ പഠിത്തൊക്കെ കഴിഞ്ഞൊരു 6 മാസം കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് കസ്റ്റഡിയിലേക്ക് കിട്ടിയോളെ. പിന്നെ ഇപ്പം ഡ്യൂട്ടിക്ക് പോകണേ, നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അശ്വിനീനെ ഇപ്പം കിട്ടാനേ ഇല്ല മക്കളെ, ഫുൾ ഡ്യൂട്ടി. കുട്ടി ഭയങ്കര തിരക്കിലൊക്കെയാണ് കേട്ടോ. പിന്നെ ആ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി ഓരോന്ന് കണ്ടുപിടിക്കും. അയ്യോ എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ കറുപ്പ് ഉണ്ടോ നോക്ക്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കുക. അതല്ലെങ്കിലും കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ തന്നെയല്ലേ. പിന്നെ ഞങ്ങൾ മാത്രം സങ്കടപ്പെടാച്ച അശ്വിനിക്കും ഇടയ്ക്ക് ഞങ്ങളങ്ങ് തളർത്തിക്കളി. അശ്വിനിയെ മുടിയൊക്കെ നന്നായി ഊരി പോകുന്നുണ്ട്. ഹോസ്റ്റലിൽ പോയിട്ട് ക്ലോറിൻ വാട്ടറാണ്, അതുകൊണ്ടാണ് മുടി പോകണമെന്ന് ഓളയും കൂടെ തളർത്തിക്കാളും. കൂട്ടിനൊരാളിലെപ്പോഴും നല്ലതല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.